Welcome to Nathoons Nest. ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ബീഫ് കറിയോ ആവശ്യമാണ്. ഞാനിവിടെ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടി ചൂടായി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ടൊരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പം 750 ഗ്രാമോളം ബീഫാണ് എടുത്തിട്ടുള്ളൂ. അപ്പം അതിനൊരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 സവാളയും എടുത്തിട്ടുണ്ട്. അതിലൊരു 2 സവാള ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള അത്യാവശ്യം വഴന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിന്നൊരു പകുതിയോളം ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി ഒരു 4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാം. മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ബീഫ് മസാലയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബീഫ് വേവിച്ചെടുക്കാം. മൺചട്ടിയിൽ വേവിച്ചെടുക്കുന്ന കാരണം നമുക്ക് ഒരുപാട് സമയം വേവിക്കേണ്ടി വരും. അപ്പം അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് കിട്ടേണ്ടത്. അത് കാരണമാണ് ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം തിക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മൺചട്ടിയിലായ കാരണം അടി പിടിക്കുമെന്നുള്ളൊരു പേടി കാരണം കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഉപ്പും നമ്മൾ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഒരു 45 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത്യാവശ്യം വെന്ത് വന്നു. 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 2 സവാളയില്ല അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ബാക്കിയുള്ള സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് വലിയ ജീരകം പൊടിച്ചത്. വലിയ ജീരകവും ഉലുവയൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വഴറ്റിയെടുത്തത് നമ്മൾ ബീഫിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 2 തവണയായിട്ട് ഉള്ളി വഴറ്റിയെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഒരുമിച്ച് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഉലുവയും വലിയ ജീരകമൊക്കെ നമ്മൾ ആദ്യം വഴറ്റുമ്പോൾ തന്നെ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് വേണ്ട ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മൺചട്ടിയിൽ ബീഫ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അടുത്തതായിട്ട് ഒരു വാഴയുടെ ഇല വാട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലത്തെ ഒരു തണ്ട് ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് ഇതൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് വെക്കുക. ഇനി ഇതിലോട്ടൊരു പൊറോട്ട വെച്ച് കൊടുക്കുക. പൊറോട്ട ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഉണ്ടാക്കിയതല്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീഫ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു പൊറോട്ട. അങ്ങനെ ഒരു 3 പൊറോട്ടയാണ് ഞാനിപ്പം ഒരു കിഴിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു കിഴി പോലെ ആക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ചീന്തി വെച്ചിട്ടുള്ള ആ ഒരു നാര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കെട്ടുന്നത്. വാഴയുടെ ഇല തീരാതെ ശ്രദ്ധിക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇലയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ആവിയിൽ ചൂടാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കിഴിപ്പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇത് എൻ്റെ ഒരു കസിൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫ് വാങ്ങിച്ചപ്പം ആദ്യം ഓർമ്മ വന്നത് ഇതാണ്. ഇതിന് മുമ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിരുന്നില്ല. അന്ന് അവർ ബീഫ് കറിയായിരുന്നു അന്ന് അതിലൊഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, അത്ര അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ബീഫ് റോസ്റ്റ് പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇത് സംഭവം അടിപൊളിയാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയും ബീഫും ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.